നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. മനുഷ്യൻ്റെ വികാരങ്ങളും ചിന്തകളും അവൻ്റെ ശരീരത്തിൻ്റെ ഘടനയെയും പ്രവർത്തനത്തെയും തീരുമാനിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. രോഗശാന്തിക്കും നിത്യയൗവനത്തിനും എല്ലാം ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കണ്ടെത്തിയതാണ് പ്ലാസിബോ എഫക്റ്റ്. ഇതൊരു ശക്തമായ പ്രതിഭാസമാണ്. ഒരു ഗുളിക എൻ്റെ രോഗം മാറ്റും എന്ന് രോഗികൾ ശരിക്ക് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു. അതായത് രോഗം മാറുന്നു. ഉത്തമമായ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. പ്രപഞ്ചം സമൃദ്ധമായി എല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമൃദ്ധിയിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കുക. അതിൻ്റെ നിർവൃതി അനുഭവിക്കുക. ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മനസ്സിൻ്റെ വിഷമമാണ്, അല്ലേ? കൃതജ്ഞത, ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള വിശ്വാസം, സന്തോഷവും ചിരിയും, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവ നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യവും യൗവനവും നിലനിർത്താൻ ഏറ്റവും അധികം സഹായിക്കും. എല്ലാവരുടെയും ശരീരത്തിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു രോഗശാന്തി സംവിധാനമുണ്ട്. ആരോഗ്യമുള്ള മാനസികാവസ്ഥയിൽ ഒരിക്കലും ശരീരത്തിൽ രോഗങ്ങൾക്ക് നിലനിൽക്കാനാവില്ല. അനാവശ്യ ചിന്തകൾ, രോഗമുണ്ടെന്ന തോന്നൽ, രോഗത്തിന് നൽകുന്ന പ്രത്യേക ശ്രദ്ധ ഇവയൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തെ മോശമാക്കാൻ മാത്രമേ ഉപകരിക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ ശരീരം കൂടുതൽ രോഗാവസ്ഥയെ സൃഷ്ടിക്കും. എന്നാൽ എനിക്ക് നല്ല സുഖം തോന്നുന്നു, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരേ രോഗം ബാധിച്ച 2 വ്യക്തികൾ ഉണ്ടെന്ന് കരുതുക. അതിൽ ഒരാൾ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുകയും പ്രത്യാശയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ജീവിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി തനിക്ക് ബാധിച്ച രോഗത്തിലും വേദനയിലും സ്വന്തം ദുർഗതിയിലുമൊക്കെ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ഇതിൽ രണ്ടാമത്തെയാൾ സ്ഥിരമായി ആ രോഗത്തെ അയാളുടെ ശരീരത്തിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കാതെ ഇരിക്കുക. പ്രായം കൂടുന്തോറും കാഴ്ചശക്തി കുറയും എന്നൊരു പൊതുവിശ്വാസം നിങ്ങളിൽ അടിയുറച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. മറിച്ച് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായി മാറ്റുക. ആ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്താണ് നിലനിൽക്കുന്നത്. അത്തരം ചിന്തകളെ ബോധമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കുക. ആരോഗ്യത്തെയും നിത്യയൗവനത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുക.